വിശുദ്ധരോടൊപ്പം. മാർച്ച് 3 വിശുദ്ധ മാരിനൂസ്. സേസരിയായിൽ സമ്പത്ത് കൊണ്ടും കുടുംബശ്രേഷ്ഠത കൊണ്ടും പ്രസിദ്ധനായിരുന്നു മാരിനൂസ്. AD 272 ഒരു ശതാധിപന്റെ ജോലി ഒഴിവ് വന്നപ്പോൾ മാരിനൂസിന് ആ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ടായി. ശതാധിപന്റെ ജോലിക്കായുള്ള സാധ്യത വന്നപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു പറഞ്ഞു, മാരിനൂസ് ക്രിസ്ത്യാനി ആയതുകൊണ്ട് നിയമപ്രകാരം അദ്ദേഹത്തെ ആ ജോലിക്ക് നിയമിക്കാവുന്നതല്ല. പലസ്തീന ഗവർണർ അക്കിയൂസ് മാരിനൂസിനോട് ചോദിച്ചു, താങ്കൾ ക്രിസ്ത്യാനിയാണോ? അതെ, അദ്ദേഹം മറുപടി നൽകി. ആലോചിച്ച് ഉത്തരം പറയൂ, ഞാൻ 3 മണിക്കൂർ സമയം തരാം. ഗവർണർ പ്രതിവചിച്ചു. സ്ഥലത്തെ മെത്രാനായ തെയോടെക്കിനോസ് ഈ വിവരമറിഞ്ഞ് ന്യായാസനത്തിലെത്തുകയും മാരിനൂസിനെ കൈക്ക് പിടിച്ച് ദേവാലയത്തിൽ കൊണ്ടുപോയി അദ്ദേഹം അണിഞ്ഞിരുന്ന ഖഡ്ഗവും ഒരു സുവിശേഷ ഗ്രന്ഥവും കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഇവയിൽ താങ്കൾക്ക് ഏതു വേണം? യാതൊരു സംശയവും കൂടാതെ സുവിശേഷ ഗ്രന്ഥം വാങ്ങാൻ മാരിനൂസ് കൈനീട്ടി. ബിഷപ്പ് പറഞ്ഞു, ദൈവത്തോട് നിരന്തരം ചേർന്നു നിൽക്കുക, അവിടുന്ന് താങ്കളെ ശക്തിപ്പെടുത്തിക്കൊള്ളും. വീണ്ടും മാരിനൂസ് ന്യായാധിപന്റെ അടുക്കലേക്ക് ആനയിക്കപ്പെടുകയും മുമ്പത്തേക്കാൾ തീക്ഷ്ണതയോടെ വിശ്വാസം ഏറ്റുപറയുകയും ചെയ്തു. അദ്ദേഹത്തെ ഉടനടി ശിരച്ഛേദം ചെയ്തു. ഈ രക്തസാക്ഷിത്വം കണ്ടുകൊണ്ടിരുന്ന സെനറ്റർ അസേരിയൂസ് മാരിനൂസിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ എടുത്ത് പൂജ്യമായി സംസ്കരിച്ചു. ഇക്കാരണത്താൽ തന്നെ സെനറ്ററിനെയും ശിരച്ഛേദം ചെയ്ത് വധിക്കുകയാണുണ്ടായത്. ക്രിസ്തുവിൻ്റെ പിന്നാലെ നാം നമ്മുടെ കുരിശ് വഹിച്ചുകൊണ്ട് പോകുന്നില്ലെങ്കിൽ നാം അവിടത്തെ അനുഗമിക്കുന്നു എന്ന് ഭാവിക്കുന്നതും ബധാവിലാണ്.